ഒരിക്കൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനോട് അന്നത്തെ ലോക്സഭയിലെ CPM-ന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലൻ ഇപ്രകാരം അഭിപ്രായപ്പെട്ടു: മിസ്റ്റർ നെഹ്റു, താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കാസർഗോഡ് വന്ന് എനിക്കെതിരായിട്ട് മത്സരിക്കൂ. AKജിയുടെ വാക്കുകളിൽ അത്രയ്ക്കധികം ആത്മവിശ്വാസം തുളുമ്പിയിരുന്ന ഒരു മണ്ഡലമായിരുന്നു കാസർഗോഡ്. 1957 രൂപപ്പെട്ട കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ട എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയ അവബോധമുള്ള ജില്ല എന്ന പേരിന് അർഹമായിട്ടുള്ളത് കാസർഗോഡാണ്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ ജാഥകളും ആരംഭിക്കപ്പെടുന്നത് കാസർഗോഡ് നിന്നാണ്. പ്രതിപക്ഷ പാർട്ടികളുടേതാണെങ്കിലും ഭരണപക്ഷത്തിൽപ്പെട്ട ആളുകളുടേതാണെങ്കിലും അവരുടെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള ഇസങ്ങളും എല്ലാം പ്രചരിക്കപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മേഖല എന്ന് പറയുന്നത് കാസർഗോഡാണ്. അപ്പൊ കാസർഗോഡ് എന്ന് പറയുന്ന ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത, അത് എല്ലായ്പ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളെ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് സൂചിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലം എന്ന നിലയിലാണ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. കയ്യൂർ സമരവും അതിനോടനുബന്ധിച്ച് നടന്ന രാഷ്ട്രീയപരമായിട്ടുള്ള കലാപങ്ങളെല്ലാം തന്നെ കേരളത്തിൽ മറ്റൊരു ജില്ലയ്ക്കും അവകാശപ്പെടാനില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യം നൽകുന്ന മണ്ഡലമാണിത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഈ വേളയിൽ ഈ മണ്ഡലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യവിചാരം ഒന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമായിട്ടും കാസർഗോഡ് ജില്ലയും അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് പയ്യന്നൂർ, കല്യാശ്ശേരി തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് ജില്ല, അല്ലെങ്കിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി തുടങ്ങിയവയാണ് ഇതിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളും CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. അതിലൊരു പാർട്ടി CPI, ചന്ദ്രശേഖരൻ, മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി, അദ്ദേഹം കാഞ്ഞങ്ങാട് CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ്. ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വളരെ വ്യക്തമായിട്ടുള്ള ഇടതുപക്ഷ മേധാവിത്വം പുലർത്തുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം സകല തരത്തിലുള്ള പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ രാഹുൽ ഇഫക്റ്റ് എന്നൊക്കെ പറയാവുന്ന ആ ഒരു വളരെ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസം ഉണ്ടായിരുന്നില്ല എങ്കിൽ വളരെ മികച്ച മാർജിനിൽ തന്നെ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് അവബോധമുള്ള ഒരു മണ്ഡലമായിട്ടാണ് നമുക്ക് ഈ കാസർഗോഡിനെ കാണാൻ കഴിയുന്നത്. കാസർഗോഡിന്റെ ഈ 2024 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പൊതുവായിട്ടുള്ള വസ്തുതകൾ നമ്മൾ പരിശോധിച്ചാൽ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് MV ബാലകൃഷ്ണനാണ്. മുൻവർഷങ്ങളിൽ പാർട്ടിക്ക് വന്നു പോയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അപജയം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഉറച്ചതും ഉത്തമവുമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് MV ബാലകൃഷ്ണനെ പോലെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു പൊതു സംസ്കാരം, ഒരു വ്യക്തി ഒരു മണ്ഡലത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയുടെ അവസാന കാലഘട്ടം വരെ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് തുടരാമെന്നുള്ള പ്രിവിലേജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും ഈ ലോക്സഭാ മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായി ചാനലുകളിൽ തന്റെ ജീവിതം ഹോമിച്ചു തീർക്കുവാൻ വേണ്ടി മാത്രം ഒതുങ്ങിപ്പോയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് കോൺഗ്രസിലെ കടുത്ത ഗ്രൂപ്പ് വഴക്കിന്റെ കാലഘട്ടത്തിലെല്ലാം കരുണാകരനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും എല്ലാം യാതൊരു മര്യാദയും ഇല്ലാതെ അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ തന്നെ ന്യായീകരിക്കേണ്ടതായിട്ട് വന്നു. തനിക്ക് സംഭവിച്ചു പോയിട്ടുള്ള പിഴവുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പിന്നീട് പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിലും
പൊതു തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള മണ്ഡലങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വളരെയധികം രസാവഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടുന്നത് തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലാണ്. അന്ന് കോടിയേരി ബാലകൃഷ്ണനെതിരായിട്ട് മികച്ച ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സാധാരണ തലശ്ശേരി എല്ലാം ഇടതുപക്ഷത്തിന്റെ ഒരു പൊന്നാപുരം കോട്ട എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കേവലം 15,000-ൽ താഴെ ഭൂരിപക്ഷം കോടിയേരി ബാലകൃഷ്ണന് നൽകാൻ മാത്രമേ ആ മണ്ഡലത്തിലെ ആൾക്കാർക്ക് കഴിഞ്ഞുള്ളൂ. ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് 2019 ലോക്സഭാ മണ്ഡലമായിട്ടുള്ള കാസർഗോഡേക്ക് അദ്ദേഹം വരുമ്പോൾ കാസർഗോഡേക്ക് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി തന്നെ നിയോഗിച്ചത് ഈ സീറ്റ് ഒരിക്കലും കോൺഗ്രസിന് ലഭ്യമാകില്ല, കമ്മ്യൂണിസ്റ്റ് ഉറച്ച കോട്ടയാണത്, മാത്രമല്ല ഉണ്ണിത്താൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സീറ്റ് നൽകി എന്നുള്ള ആ ഒരു പൊതുബോധവും കൂടെ ഉണ്ടാകും എന്നുള്ളതായിരുന്നു. എന്നാൽ രാഷ്ട്രീയമാണ്, പലപ്പോഴും നമ്മളുടെ എല്ലാം ചിന്തകളുടെയും കാഴ്ചപ്പാടുകളുടെ ഒക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നടക്കും. അങ്ങനെ എന്താണെങ്കിലും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വിജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മുഖ്യ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് പ്രധാനമായിട്ടും സതീഷ് ചന്ദ്രനായിരുന്നു. അദ്ദേഹത്തിന് മികച്ച ജനപിന്തുണ പാർട്ടി തലത്തിൽ ഉണ്ടായിരുന്നിട്ടും ഗ്രൗണ്ട് വർക്കിന്റെ അഭാവം മൂലം അദ്ദേഹത്തിന് പരാജയപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം നാം ഇവിടെ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ക്രമാനുഗതമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും BJPയുടെ വോട്ട് വിഹിതം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ രവീശ തന്ത്രി കുണ്ടാർ എന്ന് പറയുന്ന ഒരു പുരോഹിതനും അതേപോലെ തന്നെ BJPയുടെയും RSSന്റെയും എല്ലാം സഹയാത്രികനായ ഒരു വ്യക്തിയായിരുന്നു കാസർഗോഡ് BJP സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചത്. അദ്ദേഹത്തിന് അവരുടെ പാർട്ടി വോട്ടുകൾ സമാഹരിക്കാൻ വളരെ നിഷ്പ്രയാസം കഴിഞ്ഞു. എന്നാൽ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം നമ്മൾ പരിശോധിച്ചാൽ അതിൽ വളരെ വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ BJP അവതരിപ്പിച്ചിരിക്കുന്ന പേര് ML അശ്വിനി എന്ന് പറയുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. സാധാരണഗതിയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു A ക്ലാസ് മണ്ഡലമോ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലമോ ആയിരുന്നിട്ട് കൂടെ ML അശ്വിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു വനിതയെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ BJP യഥാർത്ഥത്തിൽ ഈ മണ്ഡലം അവരുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കിയ മട്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിശകലനമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ടയാണത്. കാരണം AKG എത്രയോ വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വളരെ മികച്ച മാർജിനിൽ വിജയിച്ചതാണ് അവിടെ. മാത്രമല്ല അതിനുശേഷം അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവായിട്ടുള്ള കരുണാകരനായിരുന്നു കുറെ കാലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. ഇതിനിടയിൽ ഇന്നത്തെ കോൺഗ്രസിന്റെ സർവശക്തൻ എന്ന് എല്ലാവരും അവകാശപ്പെടുന്ന KC വേണുഗോപാൽ പോലും ഈ കാസർഗോഡ് മണ്ഡലത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. T സിദ്ദിഖ് പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ കോൺഗ്രസിനെ ഒരിക്കലും അത്ര കണ്ട് പിന്തുണയ്ക്കാത്ത, അതേസമയം രാഷ്ട്രീയപരമായിട്ട് എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തെ മാത്രം പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷേ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ വളരെയധികം അടിസ്ഥാനപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പാരിസ്ഥിതികപരമായ ദുരന്തങ്ങളിൽ ഒന്നാണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിൽ എൻഡോസൾഫാൻ പോലെ ഭീകരമായിട്ടുള്ള കീടനാശിനികൾ തളിക്കപ്പെട്ടതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ സ്വർഗ, പെദ്ര തുടങ്ങിയ ഗ്രാമങ്ങളിൽ എൻമകജെ പഞ്ചായത്തിലെ ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് നേരിടുന്ന ദുരിതഫലങ്ങളെല്ലാം എല്ലാവരും വാർത്താമാധ്യമങ്ങളിലൂടെ കാണുന്നതാണ്. ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾക്ക് അർഹമായിട്ടുള്ള ഒരു തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാകാൻ MP-യുടെ ഭാഗത്തു നിന്ന് ലോക്സഭയിലോ അതുപോലെ തന്നെ MP ഫണ്ടിന്റെ വിതരണത്തിലോ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. അതൊരു ചരിത്രപരമായിട്ടുള്ള സത്യം തന്നെയാണ്. ഒരുപക്ഷെ നിരാലംബരും നിരാശ്രയരുമായ ആ സാധു ജനങ്ങളുടെ കണ്ണുനീരിന് MP കണക്ക് പറയേണ്ടതായിട്ട് വരുമെന്നാണ് എൻ്റെ പക്ഷം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്, കാസർഗോഡ് ജില്ല അതിർത്തി ജില്ലയാണ്, മംഗലാപുരത്തോട് ചേർന്ന് കിടക്കുന്ന ജില്ലയാണ്. ഈ കാസർഗോഡ് ജില്ലയ്ക്ക് അർഹമായിട്ട് ലഭ്യമാകേണ്ടുന്ന ആരോഗ്യപരമായിട്ടുള്ള പരിഗണനകൾ ഒന്നും നൽകാതെ കർണാടക സംസ്ഥാനം
അതിർത്തികൾ മണ്ണിടുകയും മുള്ളുവേലികൾ കൊണ്ട് അടയ്ക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ നമ്മൾ കണ്ടു, ടാറ്റ കമ്പനി അവരുടെ കയ്യിൽ നിന്ന് പണം മുടക്കി നിർമ്മിച്ച ആശുപത്രി, കോവിഡുമായി ബന്ധപ്പെട്ട് വന്ന ആശുപത്രിയാണ്, ആ ആശുപത്രിയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തുകയാണ് എന്ന്. അപ്പൊ മിസ്മാനേജ്മെന്റ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന ഒരു മണ്ഡലമാണത്. അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുള്ള മണ്ഡലത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമായിട്ടുള്ള രീതിയിൽ MP ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളത് അവിടെ എല്ലാവരും പരസ്യമായിട്ട് പറയുന്ന ഒരു രഹസ്യമാണ്. ഇനി നമുക്കിതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാവുന്നതാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എല്ലാവർക്കും അറിയാം, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച ഒരു പ്രാസംഗികനാണ് അദ്ദേഹം. വളരെ നല്ല രീതിയിൽ തന്നെ ആശയഗതികളെ സമർത്ഥിക്കാൻ അദ്ദേഹത്തിനുള്ള വൈഭവം വളരെ കുറച്ചു കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അദ്ദേഹത്തെ നമ്മൾ എപ്പോഴും കാണുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒരു കറുത്ത ഗണപതി ഹോമത്തിന്റെ കുറിയായിരുന്നു മുമ്പെല്ലാം കണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്തിടയ്ക്ക് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നെറ്റിയിൽ നമ്മൾ കാണുന്നത് ചന്ദനക്കുറിയും അല്ലെങ്കിൽ അതുപോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള കുറിയുമാണ്. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വർഗീയതയോ മതപരമായിട്ടുള്ള സങ്കല്പങ്ങളോ ഒരിക്കലും പ്രചരിപ്പിക്കാൻ ഞാൻ ഈ ഒരു വേദി ഉപയോഗിക്കുന്നതല്ല. പക്ഷെ അതേപ്പറ്റി അദ്ദേഹത്തോടൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ നെറ്റിയിൽ ഒരു സ്കിൻ അലർജി ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കുറി ഇപ്പോൾ ഉപയോഗിക്കാത്തത് എന്നാണ്. മതവിശ്വാസം തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് തന്നെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ അതിനെ കാണുന്ന മറ്റൊരു കാര്യം, കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിധി വരെ മുസ്ലിം യാഥാസ്ഥികമായിട്ടുള്ള നിലപാടുകളുള്ള ഒരു വലിയ ജനവിഭാഗമുണ്ട്. അതേപോലെ തന്നെ അതിന് ബദല് നിൽക്കാൻ പര്യാപ്തമായിട്ടുള്ള ഹൈന്ദവ വിഭാഗങ്ങളും ഉണ്ട്. അതല്ല എങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രവീശ തന്ത്രി ഉണ്ടാർ എന്ന് പറയുന്ന ഒരു പുരോഹിതനെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ അവർ തയ്യാറാകുമായിരുന്നില്ല. ഈ കാസർഗോഡുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം വളരെ വിഖ്യാതമായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. കോഴ വാങ്ങിയ കേസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. കാസർഗോഡിലെ ജനവിഭാഗങ്ങൾ ഇന്ന് വളരെ യാദൃശികമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രാധാന്യമല്ല ഈ തെരഞ്ഞെടുപ്പിലൂടെ നോക്കിക്കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി സംസാരിച്ച അവരുടെ MP പെർഫോമൻസ് എത്രയാണ് എന്നുള്ളത് ഇന്ന് വളരെ കൃത്യമായിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെ അഹാരോത്രം എതിർക്കുകയും BJPയോട് മൃദുവായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് കോൺഗ്രസിൽ കൂടുതലായിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ പ്രത്യേകമായിട്ടുള്ള ആഭിമുഖ്യമോ താല്പര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിലില്ല. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ അസസ് ചെയ്യുന്നത്. അതില് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, കാസർഗോട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. MP പ്രവർത്തനം അവരുദ്ദേശിച്ച രീതിയിലേക്കുള്ള ഒരു പുരോഗമനപരമായിട്ടുള്ള രീതിയിലേക്ക് എത്തിയിട്ടില്ല. കൊല്ലത്തു നിന്ന് കാസർഗോട്ടേക്ക് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി എത്തുന്നത് ഒരിക്കലും കാസർകോട്ടെ ജനങ്ങളെ സേവിക്കാനോ സ്നേഹിക്കാനോ അല്ല എന്നുള്ള പരമമായിട്ടുള്ള സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിന് വളരെ വ്യക്തമായിട്ടുള്ള മേൽക്കൈ ഉണ്ടാകുമെന്നും നിലവിലുള്ള ആ ഒരു കോൺഗ്രസിൻ്റെതായിട്ടുള്ള മേധാവിത്വം ഇല്ലാതാകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പരാജയപ്പെടും എന്നുള്ളതും തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഉപോത്ബലകമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം BJP നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു പ്രസൻസ് ആണ്. BJPയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാര രാഷ്ട്രീയത്തിലൊന്നും ഇതുവരെ കേൾക്കാത്ത ഒരു പേരാണത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അഭിപ്രായപ്പെടാം, എല്ലാ വ്യക്തികളും പുതുതായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും പുതുതായിട്ടാണ് രാഷ്ട്രീയത്തിലെ ഉന്നതമായിട്ടുള്ള പദവികൾ ആർജിക്കുന്നതും എന്നെല്ലാം. പക്ഷേ നമ്മളുടെ ഈ സ്ഥാനാർത്ഥി ഇന്നേ വരെ ഏതെങ്കിലും ഒരു സമരത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പാരമ്പര്യത്തെയോ പ്രവർത്തനത്തെയോ ഒന്നും അനുവർത്തിക്കുന്നതായിട്ട് നമ്മൾ ഇന്നേ വരെ പൊതുമണ്ഡലത്തിൽ കണ്ടിട്ടില്ല. എന്തു തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ചോയ്സ് ആണ്. തങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ആരാണോ ചെയ്യേണ്ടത് അവരെയാണ് വിജയിപ്പിക്കേണ്ടത്. അതിന് രാഷ്ട്രീയത്തെക്കാൾ കൂടുതലായിട്ട് ഒരു MP പെർഫോമൻസ് എന്താണെന്ന് ഓഡിറ്റ് ചെയ്യാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. എന്ത് തന്നെയാണെങ്കിലും മറ്റുള്ള പെട്ടെന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ കാസർഗോഡ് ഇടതുപക്ഷത്തിന് തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ അധികം പണിപ്പെടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനം.